ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ വോളിയത്തിലെ പേജ് നമ്പർ 45ലെയും 46ലെയും പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ 3 പ്രോബ്ലംസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 4ാമത്തെ പ്രോബ്ലമാണ്. The inner length, width and height of a tank are 80 cm, 60 cm and 50 cm. അപ്പോൾ ഒരു ടാങ്കിൻ്റെ ഇന്നർ ലെങ്ത്തും അതേപോലെ തന്നെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ തന്നിട്ടുണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് വാട്ടർ 15 സെൻറ്റിമീറ്റർ ഹൈ. അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള ഹൈറ്റാണ് 50 സെൻറ്റിമീറ്റർ. പക്ഷേ വെള്ളം ഉള്ളത് എത്ര സെൻറ്റിമീറ്റർ വരെയാണ്? 15 സെൻറ്റിമീറ്റർ വരെയാണ്. ഹൗ മച്ച് മോർ വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ ഇറ്റ്. അപ്പോൾ ഇതിൽ ഇനി എത്ര വെള്ളം നിറച്ചാലാണ് അതിന് ആ ടാങ്ക് നിറയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ സപ്പോസ് ഒരു ടാങ്കാണിത്. ആ ടാങ്കിൽ 50 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഉള്ളത്. പക്ഷേ വെള്ളം എത്ര സെൻറ്റിമീറ്റർ വരെ ഉള്ളൂ? 15 സെൻറ്റിമീറ്റർ വരെ ഉള്ളത്. അപ്പോൾ ഇനി എത്ര ഹൈറ്റ് ഉണ്ടാവും? ഇനി നിറയണമെങ്കിൽ നമ്മൾ ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ വെള്ളത്തിൻ്റെ കപ്പാസിറ്റി കാണേണ്ടത്. അപ്പോൾ നമുക്ക് 50 എടുക്കണ്ട, 15 എടുക്കണ്ട. എന്താണ് എടുക്കേണ്ടത്? 15 മൈനസ് 15 ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. കാരണം നമുക്ക് ഇനി ഇത്രയും ഹൈറ്റിൻ്റെ വോളിയമാണ് കാണേണ്ടത്, അല്ലേ? അപ്പോൾ ഈ മൊത്തത്തിലുള്ളത് കാണണ്ട, ഇവിടെ ഉള്ളതും കാണണ്ട, നമുക്ക് ഇവിടം വരെ ഉള്ളതാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ 50ന്ന് 15 മൈനസ് ചെയ്യണം. 50ന്ന് 15 മൈനസ് ചെയ്താൽ എത്രയാണ്? 35 ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഹൈറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ 4th ക്വസ്റ്റ്യനിൽ അപ്പോൾ നമ്മുടെ ലെങ്ത്ത് 80 സെൻറ്റിമീറ്റർ ആണ്, വിഡ്ത്ത് 60 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നമുക്ക് ഹൈറ്റ് 2 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഏതാണ്? 50 മൈനസ് 15, ദാറ്റ് ഈസ് 35. കാരണം ടാങ്കിൻ്റെ മൊത്തത്തിലുള്ള ഹൈറ്റാണിത്. ഇത്രയേ ഉള്ളൂ വെള്ളം ഉള്ളത്. ഇനി എത്ര വെള്ളം നിറയുമെന്നാണ് ചോദിച്ചത്. ഇനി 35 ഹൈറ്റിൽ നമുക്ക് വെള്ളം നിറയാനുള്ള കപ്പാസിറ്റി കാണണം. അതാണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, ഒരു മെത്തേഡാണ്. 2 മെത്തേഡിൽ നമുക്ക് ഇത് ചെയ്യാം. നമ്മുടെ 80 × 60 × 35 ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടാങ്കിൻ്റെ മൊത്തത്തിലുള്ള ഹൈറ്റ് കപ്പാസിറ്റി കാണാം, പിന്നെ ഈ 50 സെൻറ്റിമീറ്റർ വരെയുള്ള കപ്പാസിറ്റി കാണാം. എന്നിട്ട് അതിൽ നിന്ന് മറ്റേത് മൈനസ് ചെയ്യുക. അതായത് 80 × 60 × 50 ആദ്യം ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് 80 × 60 × 15 മൈനസ് ചെയ്യുക. ഇങ്ങനെ 2 വിധത്തിലാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. കപ്പാസിറ്റി ഓഫ് ദ വെസൽ എത്രയാണ്? 80 × 60 × 50. എത്രയാണ്? 80 × 60 × 50. അപ്പോൾ അത് എത്രയാണ്? 80 × 60 × 50 എന്ന് പറയുന്നത് നമ്മൾ 3 zeros ഇട്ട് കൊടുത്തു. പിന്നെ 8 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 8 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 6 6 36 48 ആണ്. 8 × 6 എന്ന് പറയുന്നത് 48 ആണ്. എന്നിട്ട് 48 × 5 ചെയ്ത് കൊടുക്കുക. അപ്പോൾ 8 × 5 എന്ന് പറയുമ്പം 44, 5 × 4 എന്ന് പറയുന്നത് 20 പ്ലസ് 4 24, 240 മാത്രമാണോ? അതിൻ്റെ കൂടെ 3 zeros നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നമ്മൾ കാണേണ്ടത് കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് അപ് ടു ദ വാട്ടർ ലെവൽ വരെയുള്ള കപ്പാസിറ്റി നമ്മൾ കാണുകയാണ്. അതിന് 8 × 60 × 15 നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ 2 zeros ഉണ്ട്, അത് നമ്മൾ ഇട്ടെടുത്തു. ഇനി 8 × 6 എന്താണ്? 48 ആണ്. 48 × 15 ആണ് നമ്മൾ കാണാൻ പോകുന്നത്. 8 × 5 എന്ന് പറയുന്നത് 40, 4 ബാലൻസ് അവിടെ എഴുതി. 4 × 5 എന്ന് പറയുന്നത് 20 ആണ്. 20ൻ്റെ കൂടെ ഈ 4 ബാലൻസുള്ള 4 കൂടി കൂട്ടിക്കൊടുത്തു. അപ്പോൾ 240 ആയി. പിന്നെ 1 × 8 എന്ന് പറയുന്നത് 1 × 8, 1 × 4. ഓക്കെ, ഇനി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? ഓക്കെ, അത് പോയി. 48 × 50, 8 × 5 40, 4 × 5 20, 24, 48. ഓക്കെ, 0, 4 + 8 12. ബാലൻസ് വന്ന് 1 ഇവിടെ ഇട്ടു. പിന്നെ 2ഉം 4ഉം 6, 6ഉം 1ഉം 7. അപ്പോൾ എത്രയാണ്? 720. പിന്നെ ഇവിടെ ഉള്ള 2 zeros ആഡ് ചെയ്ത് കൊടുത്തു.
അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്താൽ കപ്പാസിറ്റി ഓഫ് വാട്ടർ നീഡഡ് എന്ന് പറഞ്ഞിട്ട് ഇത് മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0 0 0 0 ഇത് ഇവിടെ 10 ആണ്, ഇവിടെ 0 ആണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കടം വാങ്ങി ബോറോ ചെയ്തു. അപ്പോൾ 10 2 മൈനസ് ചെയ്താൽ എത്രയാണ്? 8. അപ്പോൾ ഇവിടെ 4 നിന്ന് 1 കടം കൊടുത്താണല്ലോ. അപ്പോൾ ഇത് എത്ര? ഇത് 3 ആയി മാറി. അപ്പോൾ 3 7 പോവോ? ഇല്ല, ഒരിക്കലും പോവില്ല. അപ്പം വീണ്ടും കടം വാങ്ങിയപ്പോൾ ഇവിടെ എത്ര കടം വാങ്ങി? 1 ആണ് കടം വാങ്ങിയപ്പോൾ 13 ആയി. 13 7 പോയാൽ എത്രയാണ്? 13 7 പോയാൽ എത്രയാണ്? 13 7 പോയാൽ 6 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി 1 ആണുള്ളത്. ആ 1 നമ്മൾ ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 168,000 ആണ്. ഓക്കെ, 1,68,000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 1,68,000 നമ്മൾ എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം? നമുക്ക് ലിറ്റേഴ്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ 1000 ചെയ്യും. അപ്പോൾ നമ്മൾ സീറോസ് കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് 168 ലിറ്റേഴ്സ് കിട്ടും. ഇങ്ങനെയും ചെയ്യാം. വേറൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ്? കപ്പാസിറ്റി ഓഫ് ദ വെസൽ വാട്ടർ നീഡഡ് ടു ഫിൽ ദ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 8 × 60 × പിന്നെ ഹൈറ്റായിട്ട് നമുക്ക് 35 എടുക്കാം. 8 × 60 × 35. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്ത് കിട്ടും? 1,68,000 കിട്ടും. ഓക്കെ, ഇതാണ് കുറച്ചുകൂടിയും എളുപ്പമുള്ള മെത്തേഡ്. എന്നുവെച്ചാൽ ഒറ്റ ഒരു ഇതിൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ കഴിയും. ഇത് നമ്മൾ നേരത്തെ ടാങ്കിൻ്റെ കണ്ടു, പിന്നെ വാട്ടർ ലെവൽ ഫില്ല് ചെയ്ത് 50 മിനിറ്റ് ചെയ്തു, എന്നിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്യണം. ഇതാവുമ്പോൾ നമുക്ക് 8 × 60 × 35 എന്ന് വെച്ചാൽ നമ്മുടെ കറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ അതാണ് ഫസ്റ്റ് നമ്മൾ 4ാമത്തതിൻ്റെ ആൻസറാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ന് പഞ്ചായത്ത് ഡിസൈഡഡ് ടു മേക്ക് എ റെക്ടാങ്കുലർ പോണ്ട്. പഞ്ചായത്ത് ഒരു പോണ്ട് ഉണ്ടാക്കും, ഒരു കുളം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ദ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഡെപ്ത് വെർ ടു ബി 20 മീറ്റർ, 50 മീറ്റേഴ്സ് ആൻഡ് 2 മീറ്റേഴ്സ്. അപ്പോൾ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ തന്നിട്ടുണ്ട്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ ദിസ് പോണ്ട് ടു എ ഹൈറ്റ് ഓഫ് 1.5 മീറ്റേഴ്സ്. അപ്പോൾ ഇതിലൊക്കെ ഓരോ ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ കണ്ടു. ഇനി ഇതിൽ ഹൈറ്റും 2 ഹൈറ്റ് തന്നിട്ടുണ്ട്. ഒന്ന് 2 മീറ്റേഴ്സും തന്നിട്ടുണ്ട്, 1.5 മീറ്റേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരെ ഏതെടുക്കണമെന്ന്. പക്ഷെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ നീഡഡ് ടു ഫിൽ ദിസ് പോണ്ട് ടു എ ഹൈറ്റ് ഓഫ് 1.5 മീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ സംഗതി തന്നിട്ടുണ്ട്, നമുക്ക് ഹൈറ്റ് അതൊക്കെ തന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എത്ര വെള്ളം വേണം ഈ പോണ്ട് നിറയാൻ? അതായത് അതിൻ്റെ ലെവൽ 1.5 മീറ്റേഴ്സ് ലെവൽ നിറയാൻ എത്ര വെള്ളം വേണമെന്നാണ്. അപ്പോൾ നമ്മുടെ ഹൈറ്റായിട്ട് നമ്മൾ എന്തെടുത്താൽ മതി? 1.5 മീറ്റേഴ്സ് എടുത്താൽ മതി. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ നമ്മൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ എന്താണ് 20 മീറ്റേഴ്സാണ് ഹൈറ്റ്, വിഡ്ത്ത് 50 മീറ്റേഴ്സാണ്, പിന്നെ ഹൈറ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 1.5 മീറ്റേഴ്സാണ്. 1.5 മീറ്റേഴ്സാണ്. അതായത് 1/2 എന്ന് പറയുന്നതിന് അതിൻ്റെ അർത്ഥം എന്താ? 1.5 ആണ്. അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിലും ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് 1 × 2 എന്താണ് 1 × 2 2 + 1 3/2 വെച്ചിട്ടും നമുക്ക് ചെയ്യാം. 2 മെത്തേഡിലും നമുക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഈ മെത്തേഡ് ചെയ്ത് നോക്കാം. നമുക്ക് പരിചയമുള്ളത് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 20 × 15, പിന്നെ 1/5 എന്ന് പറയുന്നത് 1/2 എന്ന് പറയുന്നത് എന്താണ്? 1 × 2 2 + 1 3/2 ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് 2 കട്ട് ചെയ്യാം അല്ലേ? 2 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 10 കിട്ടും. അപ്പോൾ 10 × 15 എത്രയാണ്? 10 × 50 എന്ന് പറയുന്നത് 150, 150 × 3 എന്ന് പറയുന്നത് 450. അപ്പോൾ നമ്മുടെ ആൻസർ ഡയറക്റ്റ് കിട്ടി 450 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ ഡെസിമൽ പോയിൻ്റ് വെച്ചിട്ട് ചെയ്യാം. അതെങ്ങനെയാണ്? ഇതാണ് 1.5 20 × 15 × 1.5. അപ്പോൾ കിട്ടുന്ന ആൻസറിന് നമ്മളൊരു ഡെസിമൽ പോയിൻ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് 450 മീറ്റർ ആവാം. അപ്പോൾ നിങ്ങൾക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് 20 × 15 × 1/2 നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റണം. അപ്പോൾ 1 × 2 2 + 1 അപ്പോൾ 3/2.
അപ്പോൾ 2നെയും 10നെയും കട്ട് ചെയ്തു. അപ്പോൾ 10 × 15 × 3 ദാറ്റ് ഈസ് 450. അങ്ങനെയും നമുക്ക് ചെയ്യാം 450 മീറ്റർ. ഇനി നമ്മുടെ അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 6th ക്വസ്റ്റ്യൻ എന്താണ്? ദ ഇന്നർ ലെങ്ത് ഓഫ് width of an aquarium 60 centimeter 30 centimeter. ഇപ്പോൾ ഇന്നർ ലെങ്ത്ത് വിഡ്ത്തും തന്നിട്ടുണ്ട് 60 സെൻറ്റിമീറ്ററും അതേപോലെ തന്നെ എത്രയാണ് 30 സെൻറ്റിമീറ്ററുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ഹാഫ് ഫിൽഡ് വിത്ത് വാട്ടർ. അപ്പോൾ അതിന് പകുതി എന്ന് പറഞ്ഞിട്ടുണ്ട്. വെൻ എ സ്റ്റോൺ ഈസ് ഇമേഴ്സ്ഡ് ഇൻ ഇറ്റ് ദ വാട്ടർ ലെവൽ ഈസ് റോസ് ബൈ 10 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ സ്റ്റോൺ? അപ്പോൾ സിമ്പിളാണ്. ഒരു സ്റ്റോൺ അതിലേക്ക് ഇട്ടപ്പം സാധാരണയായിട്ട് നമ്മൾ സ്റ്റോൺ ഇടുമ്പോൾ എന്താണ് വെള്ളത്തിൻ്റെ ലെവലൊന്ന് കൂടും. അപ്പോൾ അത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഹൈറ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ദ വോളിയം ഓഫ് സ്റ്റോൺ ഈസ് ഈക്വൽ ടു ദ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേഡ്. അപ്പം ഈ സ്റ്റോണിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ആ വെള്ളം നമ്മൾ കല്ലിട്ടപ്പോൾ ഉയർന്നു വന്ന ആ വെള്ളം അതാണ് ഈ വോളിയത്തിന് ഈക്വലാണ്. ദ ലെങ്ത് ഓഫ് അക്വേറിയം എത്രയാണ്? 60 സെൻറ്റിമീറ്റർ ആണ്. വിഡ്ത്ത് ഓഫ് അക്വേറിയം എത്രയാണ്? 30 സെൻറ്റിമീറ്റർ ആണ്. ദ റൈസ് ഇൻ വാട്ടർ ലെവൽ ഈസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ വോളിയം കാണാൻ എന്താണ്? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു റൈസ് ഇൻ വാട്ടർ ലെവൽ. അപ്പോൾ നമുക്ക് ലെങ്ത് എത്രയാണ്? 60 ആണ്, 30 ആണ്, 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 6 × 30 × 10. അപ്പോൾ ഇതിൻ്റെയൊക്കെ സീറോസ് നമ്മൾ ഇങ്ങനെ ഇട്ടെടുത്തു. ഒരു 0 കട്ട് ചെയ്ത് ഇവിടെ ഇട്ടെടുത്തു, ഒരു 0 ഇവിടെ ഇട്ടെടുത്തു, ഒരു 0 ഇവിടെ ഇട്ടെടുത്തു. ഇനി ഇവിടെ എന്തുണ്ട്? 6 × 3 ആണുള്ളത്. 6 × 3 എന്ന് പറയുന്നത് എന്താണ്? 18 ആണ്. ഓക്കെ, 18 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അത് വളരെ ഈസിയുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു, കൺഫ്യൂഷനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇനി അടുത്ത നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. എത്രയാണ്? എന്താണ്? എ റെക്ടാങ്കുലർ ബ്ലോക്ക് ഹാസ് 20 സെൻറ്റിമീറ്റർ വിഡ്ത്ത് 10 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ. ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിന് എന്തുണ്ട്? ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു ക്യൂബ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദിസ് ക്യൂബ്? അപ്പോൾ ഒരു അയൺ ക്യൂബ് എന്ന് പറയുമ്പോൾ അതിന് എന്താണ്? ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റൊക്കെ ഉണ്ടാവും. ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് എല്ലാ സൈഡ്സും ഈക്വലാണ്. ഒരു സൈഡ് കിട്ടിയാൽ ആ സൈഡ് തന്നെ ആയിരിക്കും ഈക്വലാണ്. അതാണ് റെക്ടാങ്കുലറും ക്യൂബും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ പറഞ്ഞത് ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിനെ, ഇത്രയും വലുപ്പമുള്ള ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിനെ ഉരുക്കിയിട്ട് ഒരു ക്യൂബ് പോലെ ആക്കി. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു ക്യൂബിൻ്റെ ഒരു ലെങ്ത് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ വോളിയം കാണാം. റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം കാണാം. അപ്പോൾ അത് ലെങ്ത് 20 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്, വിഡ്ത്ത് 10 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. അപ്പം വോളിയം നമ്മൾ കാണുമ്പം ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ 20 × 10 × 5. അപ്പം 20 × 10 എന്ന് പറയുന്നത് 200, 200 × 5 എന്ന് പറയുന്നത് 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഓഫ് എ ക്യൂബ് ആർ സെയിം. ഒരു ക്യൂബിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ വോളിയം ഓഫ് ദ ക്യൂബ് ഇപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 1000 ആണ്. അപ്പോൾ വോളിയം ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ നമ്മൾ 1000നെ 10 × 10 × 10, അതായത് സൈഡ് ഇപ്പം നമുക്ക് 10 ആണെച്ചാലല്ലേ 10 × 10 × 10. ഓക്കെ, അതാണ് 1000 എന്ന് പറയുന്നത്. അപ്പോൾ സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ക്യൂബ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഒക്കെ ഒന്നായിരിക്കും. അപ്പോൾ 1000 ആണ് ആകെയുള്ള വോളിയം. അപ്പോൾ നമ്മൾ 10 × 10 × 10 ചെയ്താലാണ് നമുക്ക് 1000 കിട്ടുക. ഇത് ക്യൂബ് റൂട്ട് ഓഫ് 1000 ഒക്കെയാണ് കാണുക. അത് നിങ്ങൾ വലിയ ക്ലാസ് പഠിക്കും. അപ്പോൾ 10 × 10 × 10 എന്ന് പറയുമ്പോൾ അതാണ് 1000. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ലാസ്റ്റ് അല്ല, ഇനി 2 ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. എ ടാങ്ക് 2 meters long and 1 meter wide is to contain 10,000 liters of water. What should be the height of the tank?
ഒരു ടാങ്കിന് 2 മീറ്റർ ലെങ്ത്തും ഉണ്ട്, 1 മീറ്റർ വിഡ്ത്തും ഉണ്ട്. ഈസ് ടു കണ്ടെയ്ൻ 10,000 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. അതിന് 10,000 ലിറ്റർ വെള്ളം കണ്ടെയ്ൻ ചെയ്യും. അതിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതെന്താണ് അതിൻ്റെ വോളിയം ആണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ലെങ്ത്ത് തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടുണ്ട്, പിന്നെ തന്നിരിക്കുന്ന വോളിയം ആണ്. ഇപ്പോൾ നമ്മൾ എന്താണ് കണ്ടത്? വാട്ട് ഷുഡ് ബി ദ ഹൈറ്റ് ഓഫ് എ ടാങ്ക്. നമ്മൾ അതിൻ്റെ ഹൈറ്റ് ആണ് കാണേണ്ടത്. നമ്മൾ എന്താ കണ്ടത്? ഹൈറ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. ഓക്കെ, ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 2 മീറ്റർ ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. വോളിയമാണ് നമുക്ക് 1000 ലിറ്റേഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ 10,000 ലിറ്റേഴ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് മീറ്ററിലാണ് തന്നത്, ഇതും മീറ്ററിലാണ് തന്നത്, ഇത് ലിറ്റേഴ്സിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്യൂബിക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ലിറ്റേഴ്സിനെ ക്യൂബിക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? 1000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് 10,000 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതിയത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 10,000 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതിയത് എന്തുകൊണ്ടാണ്? ഈ ലിറ്റേഴ്സിനെ ക്യൂബിക് മീറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 10,000നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു, സീറോസ് കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ്? 10 ആണ് കിട്ടുക. 10 ക്യൂബിക് മീറ്റർ ആണ് കിട്ടുക. ഇനിയിപ്പോൾ എല്ലാവരും ഒരേ മെഷർമെൻറ്റ് യൂണിറ്റിലായല്ലോ. 2 മീറ്റർ, 1 മീറ്റർ, 10 ക്യൂബിക് മീറ്റർ. ഇനി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്? ഹൈറ്റ് ആണ് കാണേണ്ടത്. ഹൈറ്റ് കാണാനുള്ള ഫോർമുല എന്താണ്? വോളിയം ബൈ, നമ്മൾ നേരത്തെ ചെയ്തതാണ്. നമ്മളൊരു ബോക്സിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, വോളിയം ഡിവൈഡഡ്. അപ്പോൾ നമുക്ക് 10 ക്യൂബിക് മീറ്റർ കിട്ടി. അപ്പോൾ ഹൈറ്റ് ഇൻറ്റു വോളിയം ഇൻറ്റു ലെങ്ത് ഇൻറ്റു വിഡ്ത്താണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് 10 ആണ്. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് എന്ന് പറയുന്നത് ലെങ്ത്തും വിഡ്ത്തും 2 ഇൻറ്റു 1 ആണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ അതായത് 10/2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 5 മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. From the four corners of a square piece of paper side of 12 cm, small square of side 1 cm are cut off. From the four corners of a square. അപ്പോൾ 4 കോർണറാണ് സ്ക്വയറിനുള്ളത്. അതിൽ നിന്ന് സ്മോൾ സ്ക്വയർ 1 സെൻറ്റിമീറ്ററുള്ള സ്ക്വയർ കട്ട് ചെയ്യണം. The edges of these are bent up and joined to form a container of height 1 cm. What is the capacity of this container if squares of side 2 cm are cut off? What would be the capacity? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? കപ്പാസിറ്റി കാണാനാണ്. അപ്പോൾ ലെങ്ത്ത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതായത് 10 സെൻറ്റിമീറ്റർ എങ്ങനെ വന്നു? 12 സെൻറ്റിമീറ്റർ ആണ്. അതിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ കട്ട് ഓഫ് ആയി എന്ന് പറഞ്ഞു. പിന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? വിഡ്ത്തും എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് സ്ക്വയർസ്? അത് വിഡ്ത്തും 10 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ ആണ്. അത് നമുക്ക് കിട്ടി. ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ വിഡ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പം ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 10 സെൻറ്റിമീറ്റർ, ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ അല്ലേ? ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണ്. വിഡ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് 10 × 1 ആണ്. ഓക്കെ, അപ്പോൾ 100 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് ഇഫ് 2 ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദിസ് കണ്ടെയ്നർ? ആദ്യം കണ്ടെയ്നറിൻ്റെ കപ്പാസിറ്റി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 2 സെൻറ്റിമീറ്റേഴ്സ് ആർ കട്ട് ഓഫ്, വാട്ട് വുഡ് ബി ദ കപ്പാസിറ്റി? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? കട്ട് ഓഫ് ആണ്. അപ്പോൾ നേരത്തെ നമുക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് 10 ആദ്യം 12 ആയിരുന്നു. അതിൽ നിന്നും നമ്മൾ 2 സെൻറ്റിമീറ്റർ കട്ട് ഓഫ് ആക്കി, അതിന് 10 കിട്ടി. ഇനി ഇതിൽ നിന്നും 2 കട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എത്രയാണ്? ലെങ്ത്ത് 8 ആണ്. സ്ക്വയറിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും? 8 ആയിരിക്കും. ഇതിൽ നിന്നും 10 - 2 അതും ചെയ്തു. ഓക്കെ, അതും 8. പിന്നെ ഹൈറ്റ് റിമെയിൻ സെയിം ആണ് അല്ലേ? അപ്പോൾ അത് 1. അപ്പോൾ നമ്മൾ 8 × 8 ആണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.